ഹലോ കൂട്ടുകാരെ, ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് കാരണം പല പ്രശ്നങ്ങളുണ്ട്. വീഡിയോ എടുക്കുന്നതും ഇപ്പം വോയിസ് ഇടുന്നതും എല്ലാം കംപ്ലയിൻറ്റ്സ് കുറേ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് എല്ലാവരും കാണണം. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മക്കളെല്ലാം വീട്ടിലുണ്ട്. സാധാരണത്തെ പോലെ ചോറും ഒരു കറിയും മാത്രം ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് ചിക്കനാണ് സ്പെഷ്യൽ. ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ചോറും ചിക്കൻ കറി. ചിക്കൻ മുളകിടണം എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അത് മക്കൾ പറഞ്ഞപ്പോൾ അവരുടെ ഇഷ്ടം വറുത്തരച്ച് വെക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. അതിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പേരി വെക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് കോളിഫ്ലവറിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്ത് അത് മോന് വേണ്ടി വാങ്ങിയതാണ്. അവന് സ്കൂളിലേക്ക് ചോറിന് വേണ്ടി എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കറി ഇതാ റെഡി ആവാനായി. ചിക്കൻ മുളകും മഞ്ഞൾ കുരുമുളക് എല്ലാ മസാലകളെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ പെട്ടെന്നാവുന്നതുകൊണ്ട് കുക്കറിലാണ് വെക്കുന്നത്. അധികം കുക്കറിലാണ് വെക്കുന്നത്. കുറച്ച് ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് 100 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന സമയത്ത് ചീൻചട്ടിയിൽ വെക്കാറുണ്ട്, രാത്രിയൊക്കെ കൊണ്ടുവന്നാൽ. പിന്നെ കഞ്ഞിവെള്ളം കുടിക്കുന്ന പതിവ് ഞങ്ങൾക്കുണ്ട്. മോന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കഞ്ഞിവെള്ളം സ്കൂളില്ലാത്ത ദിവസം വീട്ടിലുള്ളപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കലുണ്ട്. ഒരു ഗ്ലാസ്സൊക്കെ കുടിക്കും. ഇപ്പോൾ ചിക്കൻ റെഡി ആവാൻ പോവാണ്. ചിക്കൻ്റെ വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയിട്ടുണ്ട്. മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മുളക് പുരട്ടി വെച്ച ചിക്കൻ കുക്കറിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്ത് 2 വിസിലാകുമ്പോഴേക്കും ചിക്കൻ റെഡിയാകും. അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചത് തേങ്ങ, ചെറിയ ഉള്ളി, കറുവപ്പട്ട, 2-3 ഗ്രാമ്പു, 2-3 ലീഫ് കറിവേപ്പില എല്ലാം കൂടെ വറുത്തരച്ചിട്ടാണ് കറി വെച്ചത്. കറി കാണാൻ വലിയ കുഴപ്പമില്ല. ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് വീട്ടുകാർ കഴിച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതാ കോളിഫ്ലവർ മുളകെല്ലാം മുമ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ പപ്പടം, തൈര്, അച്ചാർ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ഒരുപാട് വിഭവങ്ങളൊന്നും പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കറി തന്നെ മാത്രം അത് തന്നെ മതി എല്ലാവർക്കും. പിന്നെ പപ്പടം സൈഡായിട്ട് അച്ചാറോ തൈരോ അങ്ങനെ എന്തെങ്കിലും മതി. മക്കൾക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ അത് ലാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഭക്ഷണം ചോറ്, പപ്പടം, ചിക്കൻ കറി, അച്ചാർ, കോളിഫ്ലവർ ഫ്രൈ. താങ്ക് യു.